പഹൽഗാം വിഷയത്തിൽ പ്രതികരിക്കാത്ത സംഘടന പക്ഷേ RS പോലും ഈ ഒരു പഹൽഗാമിന് ശേഷം അങ്ങനെ ആരോപണം ആർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അല്ല, നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവും. നിങ്ങളിപ്പോൾ UDF ഘടകകക്ഷിയായിരിക്കല്ലേ. ഇപ്പം മറ്റ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ അല്ലല്ലോ മീഡിയ വൺ പ്രവർത്തിക്കുന്നത്. ഞാൻ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അവകാശമുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് UDF ഒരു ഔദ്യോഗിക ചാനലായിട്ട് നിങ്ങളിപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു വിപ്രതിപത്തിയില്ല. നിങ്ങൾ ധീരമായി മുൻപോട്ട് പോവുക. UDF അതുവഴി ഒരു കരുത്ത് കിട്ടുമെങ്കിൽ അത് നല്ല കാര്യമാണ്. സമൂഹത്തിലിപ്പോൾ കൊള്ളാവുന്നവരും അവരെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊടുത്തതിന് ശേഷം ചാനലും അവരുടെ ഒരു പ്രചാരണം ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രചാരണം ഏറ്റെടുത്ത് പോയിക്കോളൂ. നിങ്ങളോട് വിപ്രതിപത്തിയില്ല, ഒരു അനിഷ്ടവും ഇല്ല. പക്ഷേ ആ പ്രചരണത്തിന് നമ്മളെ കൂട്ടുപിടിക്കാൻ നോക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അതിനില്ല. അല്ല, 2019 മുമ്പല്ല, ഏത് കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ നല്ല വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ട്. പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ജമാഅത്തെ ഇസ്ലാമി. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലും. 2009 മുമ്പ് വരെ ഇല്ല. അത് നിങ്ങളുടെ ഒരു പച്ചക്കള്ളത്തിന് അനുപൂരകമായി ചേർക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. അതിനു മുമ്പ് വരെ നിങ്ങൾ ചെയ്തിരുന്നത് ഓരോ സ്ഥാനാർത്ഥിയെ നോക്കി പിന്തുണ കൊടുക്കലായിരുന്നു. പഴയതൊന്നും മറക്കണ്ട. പറഞ്ഞോട്ടെ. അല്ലല്ല, പിന്നെ നിങ്ങൾ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നോക്കി പിന്തുണ കൊടുക്കുമായിരുന്നു. അതിൽ UDFും LDFും ഒക്കെ വന്നിട്ടുണ്ട്. ആ നിലപാടായിരുന്നു നിങ്ങളുടെ. നിങ്ങൾക്കൊരു രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. നിങ്ങൾ അരാഷ്ട്രീയവാദത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നൊക്കെയുള്ള മേനി നടിച്ച് അങ്ങനെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിലൊന്നും എനിക്ക് വിരോധമില്ല. നിങ്ങൾ RSSുമായി ചർച്ച നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘടനയാണ് നിങ്ങൾ. അതിനുശേഷം ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന നാട്യം നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ ഓരോരുത്തർക്കും പിന്തുണ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ പല നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പണ്ട് സർക്കാർ ജോലി സ്വീകരിക്കില്ലായിരുന്നു, അറിയാമോ? സർക്കാർ ജോലി സ്വീകരിക്കില്ലായിരുന്നു. എന്താ കാരണം എന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കത്തില്ലായിരുന്നു. അപ്പം സാവധാനത്തിലാണെങ്കിലും സർക്കാർ ജോലി സ്വീകരിക്കാമെന്നും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാമെന്നും അത് UDFനെ പിന്തുണയ്ക്കണമെന്നും നിങ്ങൾ തീരുമാനിച്ചാൽ അത് നല്ല കാര്യം, നടക്കട്ടെ. എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ അത് സാധൂകരിക്കാൻ പച്ചക്കള്ളം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് നിങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ട്, ഇപ്പോഴും തെളിയിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾക്കതിലൊന്നും ഒരു വേവലാതിയില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിപ്രതിപത്തിയില്ല. നിങ്ങളത് തുടർന്നേ പോവുക. അതുകൊണ്ട് പക്ഷേ ആ ഒരു അജണ്ടയിലേക്ക് ഞങ്ങളെ വലിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ തൽക്കാലം അതിനൊന്നും വരുന്നില്ല. അത്രയേ ഉള്ളൂ.